കളറും ഈ കളറും ഒന്നാണോ? അല്ല അല്ലേ? ബ്രാൻഡിങ്ങിൻ്റെ സമയത്ത് പലപ്പോഴും പല കളേഴ്സിലും പല ഇമോഷനായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ മറന്നു പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ ആക്സെൻ്റ് ആയിട്ട് വരുന്ന കളേഴ്സ്, ആൻഡ് രണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സിൻ്റെ അണ്ടർ ടോൺ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇൻഡെപ്ത് ആയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. യൂഷ്വലി നമ്മൾ റെഡ് കളറ് ഹോട്ടൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലാണ് യൂസ് ചെയ്യുക. ബിക്കോസ് ആ കളറിനെ ഫിസിക്കൽ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പാഷൻ അല്ലെങ്കിൽ ബോൾഡ് എനർജി എന്നുള്ളൊരു സ്റ്റൈലിലാണ് അസോസിയേറ്റ് ചെയ്യാറ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പിങ്കിനെ നമ്മൾ കുറേ ഫെമിനിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സിന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒപ്പം അത് സെൻസിറ്റിവിറ്റി, മദർഹുഡ് പോലുള്ള ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാം. പേർപ്പിളിലേക്ക് വരുമ്പോൾ അത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കുറച്ച് ലക്ഷറി ബ്രാൻഡ് എന്നുള്ളൊരു സ്റ്റൈലിനാണ് പേർപ്പിൾ ഷെയ്ഡ്സ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഫാൻറ്റസി, റെസ്പെക്റ്റ് മുതലായിട്ടുള്ള ഇമോഷൻസ് ആണ് അത് പോർട്രേറ്റ് ചെയ്യുന്നതെന്നാണ് യൂഷ്വലി പറയുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബ്ലൂ, സ്പിരിറ്റ്, പ്രൊഫഷണലിസം, ആംബിഷൻ എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഇമോഷൻസിനെ ക്രിയേറ്റർ ചെയ്തുകൊണ്ടാണ് നേവി എന്ന് പറയുന്ന കളർ അസോസിയേറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ബ്ലൂ. ഗ്രീനിലേക്ക് വരുമ്പോൾ തിങ്സ് ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ്. നേച്ചർ, എക്കോ ഫ്രണ്ട്ലി എന്നുള്ള മീനിങ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ എന്ന് പറയുന്ന കളേഴ്സ് മാർക്കറ്റ് ചെയ്യാറുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഓറഞ്ച്, സർവീസ് സെക്ടറിലുള്ള ആളുകളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. ഒപ്പം ഒപ്റ്റിമൈസേഷൻ, വാംത്ത്, അതല്ലെങ്കിൽ ഫ്രീഡം എന്നുള്ള അർത്ഥത്തിലെല്ലാം തന്നെ ഓറഞ്ച് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ആക്സെൻറ്റ് ഷെയ്ഡ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ തരാം. റെഡ് എന്ന് പറയുന്ന കളർ നമ്മൾ KFCക്ക് യൂസ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ദ ബ്രൈറ്റ് ബ്രിക്ക് റെഡ് എന്ന് പറയുന്ന കളർ. പക്ഷെ അതേസമയം നെറ്റ്ഫ്ലിക്സും വളരെ ബ്യൂട്ടിഫുള്ളായി റെഡ് എന്ന് പറയുന്ന കളർ യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? വെൻ യു ലുക്കിംഗ് വെരി ക്ലോസ്ലി നമുക്ക് കാണാം ഇതിൻ്റെ കളേഴ്സ്, ഇതിൻ്റെ ആക്സെൻറ്റ് കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. നമ്പർ 1, വൈറ്റിലല്ല നെറ്റ്ഫ്ലിക്സ് ഇതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. പകരം ഡാർക്കർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലേക്കാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൈമറി കളറായിട്ട് റെഡും ബ്ലാക്കുമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് ലുക്സ് മോർ പ്രൊഫഷണൽ. അപ്പോൾ നമ്മൾ വേറൊരു ബ്രാൻഡിനെ കുറിച്ച് കൂടി സംസാരിക്കണം. കാനൺ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ യൂസ് ചെയ്തുകൊണ്ടാണ് കാനൺ അവരെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ 3 ബ്രാൻഡിനെ നമ്മൾ നിരത്തി നിർത്തിയാൽ ഇത് 3ഉം തരുന്ന ഇമ്പാക്ട് വളരെ ഡിഫറെൻ്റ് ആണ്. സോ വൺ തിങ് ഇസ് ക്ലിയർ, ബ്രാൻഡിങ്ങിൻ്റെ കളറിൽ മാത്രമല്ല കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട്, ടോപ്പോഗ്രഫി, അതുപോലെ തന്നെ നമ്മുടെ ആക്സെൻറ്റ് കളേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൗ ടു ചൂസ് ദ ബെസ്റ്റ് ആക്സെൻറ്റ് കളർ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ റൈറ്റ് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാം അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ 4 കളർ കോമ്പിനേഷൻസിൻ്റെ സ്റ്റൈലിൽ ഡിഫൈൻ ചെയ്ത് തരാം. ഓൾ സീൻ കളർ വീൽ അല്ലേ? കളർ വീൽ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്. എസ്പെഷ്യലി നിങ്ങളൊരു ഡിസൈനർ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, ഈവൻ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും നിങ്ങൾ ലോഗോസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പലരും കളർ വീലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒന്നിൽ കൂടുതൽ കളർ കോമ്പിനേഷൻസും ഇതിന് കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈനും കളർ വീലും തന്നെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ദീസ് ആർ ദി കോമ്പിനേഷൻ ഓപ്ഷൻസ് യു ഹാവ്. നമ്പർ 1 ഇസ് കോംപ്ലിമെൻ്ററി കളർ ഓപ്ഷൻ. അതായത് നിങ്ങളുടെ കളർ വീലിൻ്റെ ഓപ്പോസിറ്റ് കളേഴ്സ് പെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റെഡ് ആൻഡ് ഗ്രീൻ ടുഗെദർ, അതല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ഓറഞ്ച് ടുഗെദർ. ഇപ്പോൾ ഗ്രോഗ്രാഫ്സിൻ്റെ ലോഗോയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ കോംപ്ലിമെൻ്ററി കളർ പാലറ്റാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഡാർക്കസ്റ്റ് ബ്ലൂ ഓപ്ഷനും അഥവാ നേവി ഓപ്ഷനും, അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ഓക്കർ അല്ലെങ്കിൽ ഡാർക്കർ ഓറഞ്ച് കളറും ചൂസ് ചെയ്തിരിക്കും. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അനാലഗസ് കളർ കോമ്പിനേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ കളർ വീലിൽ കാണുന്ന അതിൻ്റെ തൊട്ടടുത്ത ഷെയ്ഡിനെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളൊരു ബ്രാൻഡ് പാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ മാസ്റ്റർ കാർഡാണ്. അതായത് റെഡും ഓറഞ്ചും അതുപോലെ യെല്ലോ കളർ കോമ്പിനേഷൻസ് വരുത്തുന്നു. അപ്പോൾ ഇതിൽ നമ്മളൊരു ഡാർക്കർ കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ലാർജ്ലി ഒരു ഡാർക്കർ കളർ പാലറ്റ് ആയിരിക്കും നിങ്ങളുടെ ഫുൾ ബ്രാൻഡിലുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ലൈറ്റർ കളർ കോമ്പിനേഷൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലൈറ്റർ ഷെയ്ഡിലേക്ക് നിങ്ങളുടെ ഫുൾ കളർ പാലറ്റ് മാറും. ഇനി നെക്സ്റ്റ് ഒരു കളർ പാലറ്റ് എന്ന് പറയുന്നത് ട്രയാഡിക് കളർ പാലറ്റാണ്. അതായത് നിങ്ങളൊരു ഈവൻ സ്പേസ്ഡ് ആക്കിയിട്ട് നിങ്ങളൊരു ട്രയാങ്കിൾ നിങ്ങളുടെ കളർ വീലിൽ വരയ്ക്കും. ആ 3 കളേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനെയാണ് ട്രയാഡിക് കളർ കോമ്പിനേഷൻ പാലറ്റ്സ് എന്ന് പറയുക. ഇത് ലാർജ്ലി വളരെ ബ്രൈറ്റർ ഒരു കളർ പാലറ്റ് അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ പാലറ്റ് ചൂസ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. ആൻഡ് ഇങ്ങനെയുള്ള കളർ പാലറ്റ്സ് ലാർജ്ലി നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ചുകൂടി ഒരു സ്പോട്ടി ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡുകളും അതുപോലെ തന്നെ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പാലറ്റ്സുമാണ്. എന്നിട്ട് ഇതിൻ്റെ അണ്ടർ ടോൺസ് പിന്നീട് അത് ലൈറ്ററോ ഗ്രേറ്ററോ ആക്കി ഇടാറുമുണ്ട്. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ പാലറ്റിനെ കുറിച്ച് സംസാരിക്കണം. കേരളത്തിലെ അധികം ആളുകൾ യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കളർ പാലറ്റാണ് മോണോക്രോമാറ്റിക് കളർ പാലറ്റ്സ്. അതായത് നമ്മൾ ഒരു പ്രൈമറി കളർ ചൂസ് ചെയ്യും,
അതിൻ്റെ ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സിൽ മാത്രം ആ കമ്പനീനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് കളർ പാലറ്റ്സ് എന്ന് പറയാം. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കളർ പാലറ്റ്സ്. എസ്പെഷ്യലി ലക്ഷറി ബ്രാൻഡ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനൊരു കളർ പാലറ്റ് എപ്പോഴും ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ്, സിമ്പിൾ ബട്ട് വളരെ എലിഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള കളർ പാലറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കളറിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എൻലെസ് കസ്റ്റമൈസേഷൻസ് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വൈറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കളർ പാലറ്റ് ബ്രൗണിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ലൈറ്റർ ഷെയ്ഡിലേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു വൈറ്റ് കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സ്റ്റിൽ വിൽ ബി ബ്രാൻഡഡ് ഇൻ ദ സെയിം കളർ. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കളർ കോമ്പിനേഷൻസ്. ഇനി ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.